വെൽക്കം ടു ഐഷസ് അക്കാഡമി. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ 5 മാർക്സ് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്ത് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. ഈ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ക്വസ്റ്റൻ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കാരണം ഈ സെയിം ക്വസ്റ്റൻ തന്നെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ ചോദിക്കും, ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാനും ചോദിക്കും. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് കറക്റ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾ ഇത് അക്കൗണ്ട് പ്രിപ്പറേഷൻ അല്ല, ഇതിൻ്റെ ഒരു ഇക്വേഷൻ മോഡൽ ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട് ഫ്രം ദ ഫോളോവിങ് ഇൻഫർമേഷൻ ആസ് ഓൺ 31st December 2020. Sales 1,20,000, purchases 60,000, wages 5,000, opening stock 20,000, customs duty 4,000, carriage 1,000, closing stock 30,000. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ആണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചു, ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യം നമ്മൾ എന്ത് എഴുതും? ഓപ്പണിംഗ് സ്റ്റോക്കാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഓപ്പണിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ടായിരിക്കും, ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ഈ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എവിടെ എഴുതും? ക്രെഡിറ്റ് സൈഡിൽ അല്ലേ. ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്കും എഴുതും, പിന്നെ സെയിൽസ് എഴുതും. സെയിൽസ് അല്ലേ നമുക്ക് മെയിനായിട്ടുള്ള ഇൻകം. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക്, അതിൻ്റെ കൂടെ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസും, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതും. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. സെയിൽസിൽ സെയിൽസ് റിട്ടേൺ തന്നിട്ടുണ്ടെങ്കിൽ സെയിൽസ് ചെയ്യുന്ന റിട്ടേണിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്യും. അതൊക്കെ നമ്മൾ അതിനകത്ത് തന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? ആ 20,000 നമ്മൾ കറക്റ്റ് എഴുതി. അടുത്ത് പർച്ചേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഡയറക്റ്റ് എക്സ്പെൻസ്, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ പർച്ചേസസ് എഴുതുന്നു, 60,000 നമ്മൾ എമൗണ്ട് എഴുതി. അടുത്ത് നമ്മൾ എന്ത് എഴുതുന്നു? വേജസ് തന്നിട്ടുണ്ട്. വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ പർച്ചേസസ്, വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമുക്കറിയാം. അത് രണ്ടും നമ്മൾ എന്ത് എഴുതി? ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതി. അടുത്ത് കസ്റ്റംസ് ഡ്യൂട്ടി എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി എഴുതി. ക്യാരേജ്, ഇപ്പോൾ ക്യാരേജ് ഒക്കെ എന്ത് തന്നെയാണ്? ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ മറക്കല്ലേ. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് അറിയെങ്കിലല്ലേ നമുക്ക് ഫൈനൽ അക്കൗണ്ട് ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് എസ് എ ക്വസ്റ്റ്യനിൽ ഫൈനൽ അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇത് മാത്രമായിട്ടൊരു 5 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതെന്ത് ചെയ്യണം? ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ട് പോകണം. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ എഴുതി. ഇനി നമ്മളിത് ബാലൻസ് ചെയ്യുമ്പോൾ സെയിൽസിൻ്റെ എമൗണ്ട് 1,20,000, ക്ലോസിംഗ് സ്റ്റോക്ക് 30,000. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് എത്ര കിട്ടി? 1,50,000 എന്ന് കിട്ടി. ഓക്കെ, ഈ 1,50,000 നിന്നും നമുക്കുണ്ടായിട്ടുള്ള ബിസിനസ്സിനുണ്ടായിട്ടുള്ള ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ചെയ്തു. പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ നമുക്കുണ്ടായിട്ടുള്ള ഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ മൈനസ് ചെയ്തപ്പോൾ 60,000 രൂപ നമുക്ക് കിട്ടി. ഈ 60,000 രൂപയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രോസ് പ്രോഫിറ്റ്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ അടുത്ത് എന്ത് ചെയ്യുന്നത്? ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യും. ഇത് മൂന്നും ചേരുമ്പോഴാണ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യാനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കംപ്ലീറ്റ് ഗ്രോസ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനോ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനോ ഒക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ഷുവറായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.